പറയുകയാണെങ്കിൽ എത്ര വലിയ ഗുരുക്കന്മാരുടെ ശിഷ്യഗണങ്ങളും ആ ഗുരുവിനെക്കാട്ടിലും കഴിവുള്ള കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും. ഇല്ലേ? ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികൾ എന്നേക്കാൾ കഴിവുണ്ട്. എന്താ പറയുക, നമ്മൾ അഭിനയം, പ്രത്യേകിച്ച് അഭിനയത്തിനെ ഞാൻ പറയുള്ളൂ. അഭിനയമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പാഞ്ചാലി വസ്ത്രാക്ഷേപമോ ഒരു ഗീതോപദേശമോ SOR ഏത് സ്റ്റോറി ഇട്ട് കൊടുത്താലും ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, വലിയ പിള്ളേർക്ക് കേട്ടോ, കുഞ്ഞുങ്ങളല്ല, വലിയ പിള്ളേർക്ക് പറയും. പിന്നെ ഞാൻ പറയുന്നത്, കഥ നിനക്കറിയാലോ, നിൻ്റെ കയ്യിൽ നിന്നിട്ട് കുറച്ചൊക്കെ ചെയ്തോണം, മനസ്സിലായി? കഥ ഇതാണ്, അതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല, കഥയിൽ നിന്ന് പുറത്ത് പോകരുത് എന്ന് പറയുമ്പോൾ അസാധ്യമായിട്ട്. എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം അതിന്. അതായത് ഈ ഇടയ്ക്ക് ഞാൻ കുമാരനാശാൻ്റെ വാസവദത്ത കളിച്ചു, സ്റ്റേജ് ചെയ്ത് സ്റ്റേജ്. അതിനകത്ത് എനിക്ക് ഞാൻ തന്നെ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. അവൾ ഷാർജയിലാണ് ആ കുട്ടി. ഇപ്പോൾ എൻ്റെ പെറ്റായിട്ടുള്ളൊരു സ്റ്റുഡൻ്റായിരുന്നു. 3 പ്രാവശ്യം യൂണിവേഴ്സിറ്റി ഹാട്രിക്കായിട്ട് ഫസ്റ്റ് മേടിച്ചൊരു കുട്ടിയാണ് ഷീജാരാജ്. അപ്പം ഞാൻ ഓർക്കസ്ട്രക്കാരൊക്കെ വന്നിരുന്ന ഷാർജയിലല്ലേ, ഒരുപാട് ക്ലാസ്സിനും വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇതാണ് സംഭവം, കുമാരനാശാൻ്റെ കരുണയാണ്, വാസവദത്തയായിട്ട് നീ അഭിനയിക്കണം. വാസവദത്ത എന്ന് പറഞ്ഞാൽ പക്കാ ഒരു വേശ്യയുടെ റോളാണ് ആ ചെയ്യേണ്ടത്. അതാണ് ആ കഥ, അതാണ്. അറിയാലോ, ഗിരിജയ്ക്ക് അറിയാലോ.